നമസ്തേ. നമസ്തേ. 720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീറ്റ് 2025 MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ പ്രവേശനം തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം അല്ലേ? നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം തിയറി ക്ലാസ്സുകളിലൂടെയും പരീക്ഷകളിലൂടെയും ഒക്കെ അതിൻ്റെ പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഏതാണ്ട് 10 മോഡൽ എക്സാമുകൾ പ്രാക്ടീസ് സെഷനായിട്ടും അല്ലാതെ മോഡൽ സെഷനായിട്ടും ചെയ്ത് കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ നമ്മൾ പല ക്യാമ്പസുകൾ കണ്ടു. കോട്ടയം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ജിപ്മർ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മുടെ ബ്രില്യൻസിനെ കാണാനുള്ള ഒരു യാത്രയിലായിരുന്നു ഞങ്ങളെല്ലാവരും. യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളതും നിങ്ങളെ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം ഇവരൊക്കെ ഇപ്പം മോഡൽ എക്സാമുകൾ എഴുതുന്നു, പലവിധ മാർക്കുകൾ മേടിക്കുന്നു, ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സെക്ഷനിലൂടെ കടന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്ന ആ ഒരു സമയമാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ ജിപ്മറൈറ്റ്സ് ആയിട്ടും ഇപ്പം അടുത്ത ആഴ്ച എയിംസിൽ പോകുന്നു, അവിടെയൊക്കെ പഠിക്കേണ്ട വിദ്യാർത്ഥികളായിട്ടാണ് ഇപ്പോഴേ ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോ മോഡലിലും ഓരോ കാര്യങ്ങളിലും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാനുമുള്ളത്. ആ ഒരു ഉയർന്ന ചിന്താഗതി, അതായത് ആ ഒരു ഉയർന്ന സ്വപ്നം ഇവർ യഥാർത്ഥത്തിൽ ഇപ്പോഴേ കാണേണ്ടതല്ലേ? ഈ ചെറിയ മാർക്കുകളോ റാങ്കുകളോ ഗ്രേഡുകൾക്കൊക്കെ അപ്പുറം അവരുടെ ചിന്താഗതി, ബോധമണ്ഡലം ഒത്തിരി ഉയർന്നു നിൽക്കേണ്ട ഒരു സമയമല്ലേ ഇത്? തീർച്ചയായിട്ടും സർ, എനിക്ക് തോന്നുന്നത് ഒരു MBBS എന്ന സ്വപ്നം കാണുമ്പോൾ തന്നെ, ആ ഒരു സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ എനിക്കൊരു ഡോക്ടർ ആകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ ചെറിയ സ്വപ്നങ്ങളിലേക്ക് പോകാതെ വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ ആകുക എന്നുള്ള മോഹം വന്നപ്പോൾ പോലും പലരും എയിംസും ജിപ്മറും സ്വപ്നം കണ്ടു തന്നെ വന്നു തുടങ്ങുന്ന കുട്ടികളുണ്ടാവാം. ഇനി അതൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച് ഇതിലേക്ക് വന്നവരും കാണാം. പക്ഷേ എന്തു തന്നെ ആയാലും നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഏറ്റവും മുകളിൽ എത്തണമെങ്കിൽ നമ്മൾ ഒരു മലയോളം മോഹിച്ചാലേ നമുക്കൊരു ചെറുതെങ്കിലും കിട്ടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെയാണ്. ഞാൻ എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടി ആ ഒരു അഡ്മിഷൻ നേടിയതിന് ശേഷം ആലോചിക്കാം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ സ്കോർ, ശരിക്കും പറഞ്ഞാൽ എയിംസ് സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ ജിപ്മറിൽ സ്വപ്നം കാണുന്ന ഒരു കുട്ടി വർക്ക് ചെയ്യേണ്ട ഇഫേർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എപ്പോഴും മുന്നിൽ തന്നെ ഉത്തരവാദിത്വം. ആ ഒരു മണിക്കൂറിൽ നമ്മൾ എടുക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്ന് പറയുന്നതിന്റെ അതും നമ്മൾ ആലോചിക്കണം, വളരെ വലുതാണ്. ആ ഒരു ഇഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാകണം. അത് തയ്യാറാക്കാൻ നമ്മുടെ ഈ വലിയ സ്വപ്നങ്ങൾക്ക് കഴിയും. കാരണം നമ്മൾ ജസ്റ്റ് ഒരു അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എയിം ചെയ്യുന്നത് ആ ഒരു റേഞ്ചിലുള്ള ഒരു മാർക്കായിരിക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ സ്റ്റഡി പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള പോക്കും നമ്മുടെ അവർ ഡിസ്ട്രിബ്യൂഷൻ പോലും മേ ബി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ മാർക്കിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് പോകും. നേരെ മറിച്ച് ഞാൻ 720 സ്വപ്നം കാണുന്നത്, എനിക്ക് 1ാം റാങ്ക് വാങ്ങിച്ച് എയിംസ് ഡൽഹിയിൽ എത്തണം അല്ലെങ്കിൽ ജിപ്മറിൽ എത്തണം എന്ന് സ്വപ്നം കാണുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഇഫേർട്ട് ലെസ് ആവാൻ, അല്ലെങ്കിൽ ഒരു തരത്തിലും ആ ഇഫേർട്ടിനെ കുറച്ച് കാണാൻ പറ്റില്ല. ഓരോ ദിവസവും അവൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ പാളിപ്പോവും, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ വിഷമോ ഒക്കെ വന്നു പോകുമ്പോഴും നമ്മുടെ സ്വപ്നം ഭയങ്കര ഷാർപ്പാണെങ്കിൽ ആ കുഴിയിൽ നിന്ന് നമ്മൾ എണീറ്റ് ഓടുക തന്നെ ചെയ്യും. അത് ആ സ്വപ്നം എത്രത്തോളം വലുതാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ബൗൺസ് ചെയ്ത് തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തിരിച്ചു വരേണ്ട, പ്രത്യേകിച്ചും ഒരു ഫസ്റ്റ് കുറച്ച് ഭാഗം ആദ്യം നിങ്ങൾ വന്ന സമയത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടാകാം. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് കാമായി ഇപ്പോൾ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് മോഡൽ എക്സാം ഒക്കെ എഴുതി തുടങ്ങി പരീക്ഷ എന്താണെന്ന് കൃത്യം മനസ്സിലാക്കി അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് ജാനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്ന സമയം. ഈ സമയത്താണ് ഒരു പക്ഷേ കുറച്ചെങ്കിലും നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് എന്ത് വേണം എന്ന് നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾ സ്വപ്നം കൈവിട്ടാൽ, അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു കോംപ്രമൈസിന് തയ്യാറായാൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ പഠിത്തത്തെയും മുന്നിലോട്ടുള്ള നിങ്ങളുടെ ആ ഒരു പ്ലാനിങ്ങിനെയും ബാധിക്കും. സോ ഇവിടെ നിങ്ങൾ എത്ര ഷാർപ്പായിട്ട് എത്ര ആവേശത്തോടെ ആ സ്വപ്നം കാണുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡിയിലും അത് കാണും. തീർച്ചയായിട്ടും. കാരണം ഇപ്പം എയിംസിൽ കിട്ടിയാൽ, അല്ലെ ജിപ്മറിൽ കിട്ടിയാൽ, അല്ലെ MBBS കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമായിട്ട് പോവുകയുള്ളൂ, അങ്ങനെയുള്ള ഒരു സ്വപ്നവുമല്ല. നമ്മൾ +1 +2 ബ്രില്യനോടൊപ്പം ചേരാൻ നേരത്ത് നമ്മൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത്? +2 ശേഷം റിപ്പീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ എന്തായിരുന്നു ആഗ്രഹം? ഇപ്പം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു, ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? അപ്പോൾ നമ്മൾ എടുക്കേണ്ട എഫേർട്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം അറിയാമായിരുന്നു, നമ്മൾ അതിനായിട്ട് നമ്മൾ തയ്യാറായി. പക്ഷേ ഇപ്പോൾ നമ്മളൊരു കോംപ്രമൈസിലോട്ടല്ല പോകേണ്ടത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എയിംസും ജിപ്മറും MBBS ഒന്നും അല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ. അതിനൊക്കെ എത്രയോ ഉപരിയാണ് നമ്മളുടെ സ്വപ്നങ്ങൾ. ഇനി MBBSനെ തന്നെ ആണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഓരോ കോളേജുകളിലും ചെല്ലുമ്പം അവർ പറഞ്ഞത് ശരിയാണ്, നീറ്റ് എത്രത്തോളം സിമ്പിളായിരുന്നു.
ഇപ്പം ഞങ്ങൾ പഠിക്കുന്നത്, അന്ന് ഞങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ അല്ലെ പേടിച്ച സബ്ജക്റ്റുകൾ പോലും ഞങ്ങൾക്ക് ഇന്നില്ല. ഞങ്ങൾ പഠിക്കുന്നത് അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും പോലെയുള്ളതാണ് പഠിക്കുന്നത്. കടലുപോലെ പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇനി എടുക്കേണ്ട ഉത്തരവാദിത്തത്തിലോട്ടും എടുക്കേണ്ട ടെൻഷൻ്റെയും ഏറ്റവും കുറഞ്ഞൊരു അംശത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ തയ്യാറെടുപ്പ് മാത്രമേ ഉള്ളൂ നീറ്റ് 2025 എന്ന് പറയുന്നത്. അങ്ങനെ നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷന് എന്ത് സാങ്കത്യമാണുള്ളത്? അതെ സർ. മാത്രമല്ല നമ്മളെല്ലാവരും സംസാരിച്ചപ്പോൾ, സാറും ഞാനും ഒക്കെ സംസാരിച്ചപ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്. അവർ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ച ഒരു പീരീഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം തുടക്കത്തിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു വീട്ടിൽ നിന്നൊക്കെ മാറിയിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിൻ്റെ ഭാഗമായതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മളെല്ലാം സെറ്റായിട്ട് വരുമായിരുന്നു, തിയറിയൊക്കെ പഠിച്ച് പോവുകയായിരുന്നു. ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ നോളജ് കറക്റ്റായിട്ട് എനിക്കുണ്ടോ, എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ ബബിൾ ചെയ്യുന്നതൊക്കെ എനിക്ക് പെട്ടെന്ന് ബബിൾ ചെയ്യാൻ പറ്റും. ഓരോ കാര്യത്തിലും നമ്മുടെ കോൺഷ്യസ്നെസ് കൂടി വരികയാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അതിൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവുകയാണ്, അലേർട്ട് ആവുകയാണ്. ഈ ഒരു അലേർട്ട്നെസ് ഡെഫിനറ്റായിട്ടും ആദ്യത്തെ കുറച്ച് ദിവസം പരീക്ഷ എഴുതിയപ്പോൾ, ഇനി നിങ്ങൾ ഓരോ പരീക്ഷ കഴിയുന്തോറും നിങ്ങളുടെ ആ ഒരു ടെൻഷൻ അത് കുറച്ച് വരും. ഇനി ഈ ഒരു ടെൻഷൻ കുറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എറർ ഫ്രീ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സംസാരിച്ച കുട്ടികളെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ ലൈഫിൻ്റെ ഏറ്റവും അവർ ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ തയ്യാറെടുത്ത പീരീഡിൽ ഏറ്റവും അവരെ ട്രബിൾ ചെയ്യിപ്പിച്ച, അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്ത ഒരു പീരീഡ് ഇത് തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു കുട്ടി പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. ജിപ്മറിലെത്തിയപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞത്, എൻ്റെ ഡിപ്രഷനാണ് എൻ്റെ മോട്ടിവേഷൻ, എൻ്റെ സ്ട്രെസ്സായിരുന്നു എൻ്റെ മോട്ടിവേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ മാർക്ക് ഈ 720 കിട്ടിയ ശ്രീനന്ദ് ശർമ്മൾ പോലും എല്ലാ പ്രാവശ്യവും 715 മുകളിൽ അല്ലെങ്കിൽ 720 മുകളിൽ 720 വാങ്ങിച്ച ഒരു കുട്ടിയല്ല. പലപ്പോഴും ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്, താഴോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എത്ര താഴോട്ട് പോയാലും ആ സ്വപ്നം കണ്ട് കയറി വരാനുള്ളൊരു മനസാന്നിധ്യം, അവിടെയാണ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഒരു കോംപ്രമൈസ് അല്ല, ഇവിടെ ഞാൻ മാറി ചിന്തിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്, എനിക്ക് പറ്റുമോ. ഈ ഒരു അവസരത്തിൽ വെച്ച് പല കുട്ടികളും ഇപ്പോൾ അടുത്തിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, മിസ്സേ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ. ഇത് ശരിക്കും നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത് +2 കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ +2ന് സയൻസ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്തായിരുന്നു. അവിടെ നമ്മൾ ഓക്കെ എല്ലാം ആലോചിച്ച് എനിക്കിത് വേണമെന്ന് തീരുമാനിച്ച് നമ്മൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇതിൻ്റെ പാർട്ടായിട്ട് ഇത്രയും നാളെ നമ്മൾ കടന്നുപോയി. അതിനുശേഷം നമുക്കൊരു സെൽഫ് ഡൗട്ട്, കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മൾ. ആ ഇതിന് ആപ്റ്റാണ്, ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളവരെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുമുള്ളൂ. തീർച്ചയായിട്ടും ഇതിൽ ഒരാൾ പോലും ഇപ്പം നിങ്ങൾ എത്ര മാർക്ക് മേടിച്ചാലും അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആളാണെങ്കിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഒരേ കാലിബറും ഒരേ മീഡിയത്തിൽ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വന്ന വ്യക്തികളുമാണ്. അവിടെ ഒന്നും ഒരു ഏറ്റക്കുറച്ചിലുമില്ല. അത്രയും നല്ല കുട്ടികളെയാണ്. നല്ല കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. എങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, അങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കുട്ടികളാണ് ഇത്രയും മാർക്ക് വാങ്ങിച്ച ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസമുണ്ട്. പലപ്പോഴും നമുക്ക് ഈ ഒരു സെൽഫ് ഡൗട്ട് വരും. അതും ഒരു കുറ്റമല്ല, ഞാൻ എന്നെ സെൽഫ് ഡൗട്ട് അടിക്കുന്നു എന്ന് ഓർത്തിട്ട് നിങ്ങളൊരു കുറ്റമായിട്ട് കരുതണ്ട. കാരണം ഇത്രയും വലിയൊരു പരീക്ഷ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരും. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത്, എനിക്ക് കഴിഞ്ഞ വർഷം 4000 ആയിരുന്നു, 5000 ആയിരുന്നു, അല്ലെങ്കിൽ 6000 ആയിരുന്നു റാങ്ക് എന്ന് ആലോചിക്കുന്നിടത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പുറകിൽ അപ്പോഴും 23 ലക്ഷം അല്ലെങ്കിൽ 22 ലക്ഷം ആൾക്കാർ നിങ്ങളുടെ പുറകിലാണ്. നമ്മൾ എപ്പോഴും മുന്നോട്ടുള്ള കാര്യങ്ങളെ ആലോചിക്കുള്ളൂ. ഞാൻ 4000 ആയിപ്പോൾ, എനിക്ക് മുന്നിൽ 3999 പേരുണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മൾ പിറകോട്ടുകൂടി ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ പൊസിഷൻ അത്രയും പേർക്ക് മുൻപിലായി, ഇപ്പോൾ നിങ്ങൾ എത്രയോ മുൻപിലാണ്. എവിടെന്നെങ്കിലും ഒരു കുട്ടിയുമായിട്ട് നിങ്ങൾ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതിയാൽ ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങൾക്ക് ഉറപ്പുണ്ടാവും നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്. നമ്മൾ മുമ്പേ അത് പറഞ്ഞാണ്, നിങ്ങളെ ഞങ്ങൾ നോക്കി കാണുന്നത് ആ വൈറ്റ് കോട്ട് ഇട്ട് കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് ആ ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ 500 മാർക്കാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് നോക്കൂ. 25 ലക്ഷത്തിൽ 1.5 ലക്ഷം റാങ്കിന് മുകളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് പുറകിലായിരുന്നു 23.5 ലക്ഷം വിദ്യാർത്ഥികൾ. കഴിഞ്ഞോടെ 23 ലക്ഷം പേരാണ് എഴുതിയപ്പം 21.5 ലക്ഷം പേരും നിങ്ങൾക്ക് പുറകിലാണ്. 500 മാർക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ 500 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി ഇപ്പോൾ എന്തായിരിക്കും ആലോചിക്കുക? ഞാൻ 650 അല്ലെ 670 എത്തേണ്ടതിനെ കുറിച്ചായിരിക്കാം ആലോചന. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതൊരു കോമ്പറ്റീവ് എക്സാമിനേഷനാണ്, നമ്മൾ എത്രത്തോളം മുൻപോട്ട് പോകാനുണ്ട്. അപ്പം തൊട്ടടുത്ത എക്സാമിന് എങ്ങനെ മാർക്ക് മേടിക്കാം അല്ലെങ്കിൽ എങ്ങനെ റാങ്ക് മേടിക്കാം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഒരു അലേർട്ട് അത് തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാകണം. ആ ഒരു സ്പന്ദനം നിങ്ങളിൽ ഉണ്ടാവണം.
ടെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ശരിക്കും അത് വേണം. കാരണം ടെൻഷൻ ഒന്നും ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എത്രത്തോളം അതിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ ടെൻഷൻ. അതെ, ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കത് ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു കൂൾ മൈൻഡ് ആണെങ്കിൽ നമുക്ക് ടെൻഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്കത് എനിക്ക് വേണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് മാർക്ക് കുറയുമ്പോൾ ടെൻഷൻ വരുന്നത്, പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുമ്പോൾ ടെൻഷൻ വരുന്നത്. സോ ഈ ടെൻഷൻ പോലും ആ കുട്ടി പറഞ്ഞ പോലെ, ആ ജിമ്മറൈറ്റ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ അതൊരു പോസിറ്റീവായിട്ട്, അതാണ് നിങ്ങളുടെ മോട്ടിവേഷനായിട്ട് എടുക്കേണ്ടത്. ഓരോ സമയം ഞാൻ വീഴുമ്പോഴും എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റണം, എഴുന്നേറ്റേ പറ്റൂ. കാരണം അതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ ഞാൻ എത്ര വേഗത്തിൽ എഴുന്നേൽക്കുന്നോ അതിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ ഒരു തോന്നൽ എപ്പോഴും നിങ്ങൾക്ക് വേണം. പിന്നെ ഫ്ലക്ച്വേഷൻസ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിങ്ങൾ കുറച്ചെങ്കിലും വറി ചെയ്യുന്ന ഒരു കാര്യം ഫ്ലക്ച്വേഷൻസ് ആണ്. അത് സാരമില്ല. പലരും നമ്മൾ യൂണിറ്റ് എക്സാം തുടങ്ങിയപ്പോൾ ചാപ്റ്റർ വൈസ് ആയപ്പോൾ, പണ്ട് ആഴ്ചയിൽ പല ചാപ്റ്റേഴ്സും ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ എഴുതി തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരുപാട് നാൾ മുന്നേ പഠിച്ച് എഴുതിയ ചാപ്റ്ററാണ്. ഇടയ്ക്കെങ്കിലും ഒക്കെ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കാത്തത് കൊണ്ടോ ഒന്ന് മറിച്ച് നോക്കാത്തത് കൊണ്ടോ ഒക്കെ മറന്നുപോയി വിട്ടുപോയ കാര്യങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു രണ്ടാം റൗണ്ട് വരുമ്പോഴേക്കും ഈ മറന്നുപോയി എന്ന് നിങ്ങൾ കരുതുന്ന, ഞാൻ വായിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത്രയും എത്താത്തത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആയിക്കോളും. അപ്പം നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. പല ചാപ്റ്ററുകളും നമ്മൾ പണ്ടെപ്പോഴോ വായിച്ച് മടക്കി വെച്ചതാണ്, ഇടയ്ക്ക് റിവൈസ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് നമ്മൾ നോക്കിയില്ല. അത് കാരണം ചെറിയൊരു ഏറ്റക്കുറച്ചിലുകൾ മാർക്കിൽ ഇപ്പോഴും ഉണ്ടാകും. അത് കാര്യമാക്കണ്ട. പക്ഷെ രണ്ടാം റൗണ്ട് കോമ്പിനേഷൻ ഓടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ വീണ്ടും അതേ ചാപ്റ്ററിലൂടെ എത്രയോ പ്രാവശ്യം കടന്നു പോവുകയാണ്. 31 പ്രാവശ്യം ഇനി മുതൽ പോലും, ഇനി അങ്ങോട്ടുള്ള സമയം മെയ് 4-ാം തീയതിയാണ് നീറ്റ് എക്സാം നടക്കുന്നതെങ്കിൽ പോലും ഇനിയും നിങ്ങൾ ഓരോ ചാപ്റ്റർ 31 റൗണ്ട് നിങ്ങൾ കാണും. അതാണ് ഞങ്ങളുടെ കണക്ക്. ആ രീതിയിലാണ് നമ്മൾ യൂണിറ്റുകൾ അലേർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു യൂണിറ്റിനെ മാർക്കിനെ നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം. പക്ഷേ ഓർക്കും, നീറ്റ് എക്സാമിന് ഫുൾ മോഡലിന് ആ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്നത് 2 ചോദ്യങ്ങളാണ്. ബാക്കി അവിടെ നമുക്ക് എത്രത്തോളം പ്രാവശ്യം നിങ്ങൾക്ക് ഈ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് നിങ്ങളുടെ കാര്യം. അപ്പം നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഒപ്പം രക്ഷിതാക്കളോടും നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു എപ്പിസോഡിൽ പേരൻസ് കമൻറ്റ് പറഞ്ഞതുപോലെ പേരൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ്. ഇത് തന്നെയാണ് പരിശീലനം. ഇതാണ് ഇതിൻ്റെ പാക്കേജ്. നന്നായിട്ട് പഠിപ്പിക്കുക. തിയറി നന്നായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു. നല്ല രീതിയിൽ പരീക്ഷകൾ നടത്തുന്നു. ആ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നു. തീർച്ചയായിട്ടും ആ സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ പരീക്ഷയുടെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒരു ചോദ്യം വായിക്കുമ്പോൾ അതിൻ്റെ ഡേറ്റയിൽ നിന്ന് എത്രയും പെട്ടെന്നോട്ട് ടൈം ലിമിറ്റായിട്ട് തന്നെ ആൻസറിലോട്ട് എത്തേണ്ട ഒരു ലോജിക് അത് ഡെവലപ്പ് ചെയ്യേണ്ടത് പരീക്ഷയിലൂടെ തന്നെയാണ്. അവർക്ക് തോന്നും, ഇപ്പോൾ ഇത്ര ടഫായിട്ട് എന്തിനാണ് നടത്തുന്നത്, കാരണം നീറ്റ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ അല്ലേ, അത് എന്തായിരിക്കാം. ഇപ്പം ടീച്ചറൊക്കെയാണ് ക്വസ്റ്റ്യൻ പാനലിലുള്ളത്. അപ്പം എന്തായിരിക്കാം, ഒരു ലെവൽ മുകളിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും സർ, അത് ഈ ഒരു ലക്ഷ്യം തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനുകളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ആ പരീക്ഷാ ഹാളിൽ വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി ലെവൽ കൂടിപ്പോയി, അല്ലെങ്കിൽ ഇതിന് സമയം കൂടുതൽ എടുക്കുന്നു എന്ന് ഒരു കുട്ടിയും പറയാൻ പാടില്ല. അപ്പം നമ്മളിപ്പോൾ A4 അലിഗേറ്റർ എന്ന് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് A4 ആൻഡ് എന്ന് പെട്ടെന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മുടെ മെത്തഡോളജിയും. നമ്മൾ കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ ഇത് പഠിച്ചൊന്ന് അവരുടെ ഒന്ന് ഡിപ്രസ്ഡ് ആക്കാനോ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ല, മറിച്ച് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പഠിച്ചു പോകുന്ന കുട്ടിക്ക് പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ, ഇവിടെ ഇപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 60 സെക്കൻഡ് എടുത്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അവന് പരീക്ഷാ ഹാളിൽ 30 സെക്കൻഡിൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ അത്രയും ലെവൽ കൂടിയ ക്വസ്റ്റ്യനുകൾ കണ്ട സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ ഇപ്പോൾ ബയോളജിയൊക്കെ തന്നെ പല ക്വസ്റ്റ്യനും എഴുതുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്താ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നത്. പക്ഷെ അവിടെയും ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ എങ്കിലും നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ കടന്നുപോയി 10 സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ വായിച്ച് വരുമ്പോൾ 11ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാനുള്ള നിങ്ങളുടെ ഒരു സ്പീഡ്, അതുപോലെ തിങ്കിങ് പ്രോസസ്സിൻ്റെ ആക്യുറസി ഇത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വിത്തിൻ ദ ലിമിറ്റ് ആ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മിനിറ്റ് എടുത്ത് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് 30 സെക്കൻഡിൽ ചെയ്യിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ എയിം. അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും കുറച്ച് മുന്നോട്ട് തന്നെ കയറിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ A4 അലിഗേറ്റർ പഠിച്ചു വന്ന ഒരു കുട്ടി ഒരിക്കലും A4 ആൻഡിൽ ഒരു തെറ്റ് വരുത്തില്ല. അവിടെ പിന്നെ വരുത്തുന്നത് സില്ലി മിസ്റ്റേക്കാണ്. ഓവർ കോൺഫിഡൻസ് കൊണ്ടുണ്ടാക്കുന്ന വാക്കുകൾ കാണാതെ പോകുന്ന മിസ്റ്റേക്കുകളാണ്. അല്ലാതെ
അത്രയും ലെവലിൽ പഠിക്കുന്ന നിങ്ങൾ, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കണ്ടന്റ് വൈസ് കൂടുതലായിരിക്കും. മാത്രമല്ല അത്രയും സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയോ അല്ലെങ്കിൽ അത്രയും ഡെപ്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, കോൺസെപ്റ്റിൽ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഇൻ ഡെപ്തിലേക്കുള്ള യൂണിറ്റ് വൈസ് നമ്മൾ ആഴ്ചകളിൽ ചെയ്ത വീക്ക്ലി എക്സാമിനേക്കാളും കുറച്ചുകൂടെ മുകളിൽ ആ സ്റ്റാൻഡേർഡ് കയറി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളെ മെന്റലി അതിന് പ്രിപ്പയർഡ് ആക്കുക. തീർച്ചയായിട്ടും അതിന്റെ 4 ചോയ്സ് എന്ന് പറയുന്നത് 4 ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വളരെ നന്നായിട്ട് നമുക്ക് മോഡലിൽ പഠിക്കാൻ സാധിച്ചാൽ, അതിൻ്റെ പ്രിപ്പറേറ്ററിയും കൂടെ നോക്കി പഠിക്കാൻ സാധിച്ചാൽ, നിങ്ങൾ ഏകദേശം ഒരു 8 ചോദ്യത്തിനെങ്കിലും വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയാണ് ഞങ്ങൾ മുന്നിൽ കാണുന്നത്. അപ്പം 25,000 ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ കൺസെപ്റ്റിൽ അത് 1,00,000 ക്വസ്റ്റ്യന് മുകളിൽ നിങ്ങൾ ചെയ്തു എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പം ഇതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി. അപ്പം നിങ്ങൾ പോകുന്നത് കറക്റ്റ് റൂട്ടിലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് യൂണിറ്റ് എക്സാം തീരുന്നിടം വരെ ചാപ്റ്ററിന് തന്നെ പ്രാധാന്യം കൊടുക്കുക, അല്ലേ? തീർച്ചയായിട്ടും ചാപ്റ്ററിന് തന്നെ പ്രാധാന്യം കൊടുക്കണം. അവിടെയും ഇപ്പോഴും പല കുട്ടികളും തിയറി വായിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ബയോളജിയൊക്കെ നിങ്ങൾ വായിച്ച് തീരുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. അവരോട് വീണ്ടും പറയുന്നു, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ചാപ്റ്ററിൽ അറിഞ്ഞൂടാത്ത സാധനമാണ് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് ഉറപ്പിക്കേണ്ടത്. ഏതാണ് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്നിടത്ത് ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒന്നും അറിഞ്ഞൂടെന്നോ അല്ലെങ്കിൽ ഇതെനിക്ക് നന്നായിട്ട് അറിയാമെന്നോ നമുക്ക് തോന്നില്ല. കാരണം പ്രത്യേകിച്ചും ബയോളജിയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്, നമ്മളിങ്ങനെ വായിച്ച് പോകും. പക്ഷേ അതൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴാണ് ഇതെനിക്ക് അറിയാമോ, അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് എനിക്ക് തെറ്റി, അല്ലെങ്കിൽ ഇതെനിക്ക് വളരെ ഈസി ആയിട്ട് 1 സെക്കൻഡ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കാനാണ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു പോകൂ എന്ന് പറയുന്നത്. പല കുട്ടികളും ഈ അടുത്ത സമയത്ത് പോലും ഞങ്ങൾ ഇനി വീഡിയോ കാണണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചാൽ പോരെ വീഡിയോ കാണണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെയും പറയാനുള്ളത് ഇത് തന്നെയാണ്, നമ്മൾ പഠിച്ച് ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പഠിക്കേണ്ടെന്നോ കാണണ്ടെന്നോ അല്ല, അത് ഒരു ചാപ്റ്ററിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ല. ചില കാര്യങ്ങൾ ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാകാം, ചില കോൺസെപ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നു പോയിട്ടുണ്ടാകാം. ഒരു പക്ഷേ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യനുകൾ കാണുമ്പോഴായിരിക്കും നിങ്ങൾ ഓക്കെ ഈ ലെവലിലൊക്കെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചാപ്റ്റേഴ്സിനെ ഇൻ്റർകണക്ട് ചെയ്യണം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ മോഡൽ എക്സാം എഴുതി തുടങ്ങിയപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഒരു വീഡിയോയുടെ കുറച്ചൊന്ന് കാണേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ടെക്സ്റ്റ് എടുത്ത് വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കോമൺ ആണ്, ആ സ്റ്റഡി പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് തന്നെ കടന്നു പോകും. തീർച്ചയായിട്ടും ഒരു മോഡൽ എക്സാം കഴിയുമ്പം ഇപ്പം നമ്മൾ തെറ്റിപ്പോയതൊക്കെ പഠിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മോഡൽ എക്സാം കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുമ്പോൾ എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ളത്? നമ്മളിത് +1 +2 പഠിച്ചതാണ്, നമ്മൾ ക്ലാസ്സിൽ തിയറി മുഴുവൻ ഞങ്ങളെ വീണ്ടും ജൂൺ മുതൽ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പം ഇനി ഈ പഠിക്കുക എന്നുള്ള പ്രോസസ്സിൽ എനിക്ക് എവിടെയാണ് ഒരു അല്പമെങ്കിലും വീക്ക്നെസ് വന്നത്? കാരണം ഞാൻ ഇന്നലെയും കൂടെ പഠിച്ച ചാപ്റ്ററാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ 180 ചോദ്യങ്ങൾക്ക് എനിക്ക് ഒരു 50 ചോദ്യങ്ങളെങ്കിലും എഴുതാൻ പറ്റാതെ പോയ സാഹചര്യം, ഞാൻ ഇന്നലെ എന്തായിരുന്നു തയ്യാറെടുക്കേണ്ടത്? ഇന്നലെ ഞാൻ എന്ത് നോക്കിയിരുന്നെങ്കിൽ, എന്ത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു 20 ക്വസ്റ്റ്യൻ കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ പാറ്റേൺ ആണ് ഞാൻ ആദ്യം പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞ ആ 1 മണിക്കൂറുള്ള കണ്ടന്റിനെ കൂടുതൽ ക്ലിയർ ചെയ്യുക. കാരണം നമ്മൾ ചെയ്ത പ്രോസസ്സ് തന്നെ +1 +2 പഠിച്ചു, ഇവിടെ വന്ന് തിയറി പഠിച്ചു, വീക്ക്ലി എക്സാം നടത്തി. പക്ഷെ അവിടെയൊക്കെ എവിടെയാണ് ഒരു ക്ലാരിറ്റി വന്നതെന്നുള്ളത് തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടെത്തുകയും ആ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ ആ പഠിക്കുന്ന സമയം എടുക്കുന്ന വാല്യൂ അതിൻ്റെ കണ്ടന്റ് കൂട്ടുകയുമാണ്. അങ്ങനെയാണ് നമ്മൾ എയിംസും ജിമ്മറും ഒക്കെ നമ്മുടെ സ്വപ്നങ്ങളിലോട്ട് കയറി വരികയും ചെയ്യുന്നത്. ഇപ്പം ഫുട്ബോളിൻ്റെ കാര്യത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാ മത്സരവും ആവർത്തിച്ച് കളിക്കുന്നതിന് പുറമെ അവരെടുക്കുന്ന ഒരു എക്സസൈസ്, പലതരത്തിലുള്ള എക്സസൈസുകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു വ്യക്തിയാണെങ്കിലും അത് തന്നെ നിങ്ങൾക്ക് ഇവിടെയും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഓരോ ചാപ്റ്റർ മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ വരെ ചെയ്തതിനേക്കാളും കണ്ടന്റ് വൈസ് കൂട്ടി നമ്മൾ മോഡലിനോട് കാണാനായിട്ട് ശ്രമിക്കണം. അതിനാണ് യൂണിറ്റ് എക്സാമുകൾ. യൂണിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഫുൾ മോഡലിന് എന്താണ് വർക്ക് ചെയ്യേണ്ടത്, മാർക്ക് എപ്പോഴാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായും നമുക്ക് ആ സമയത്ത് പറയാം. മാത്രമല്ല സാർ, എനിക്ക് തോന്നുന്നു പല കുട്ടികളും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ എയിംസിൽ അല്ലെങ്കിൽ ജിപ്മറിൽ നല്ല റാങ്ക് കിട്ടുന്നവരെല്ലാം എന്തോ ഷോർട്ട് കട്ടിലൂടെ പോയതാണ്. ഒരു ഷോർട്ട് കട്ട്സും ഇല്ല. അവർ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള, ഞാൻ പല കുട്ടികളും ചോദിച്ചു, എപ്പോഴും കുട്ടികൾ വന്ന് ചോദിക്കുന്ന കാര്യം, ബയോളജിയിലൊക്കെ പല പേരുകളും വരുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കും മിസ്, ഇതെല്ലാം മറന്നു പോകുന്നു എന്നാണ്. അപ്പോൾ ഞാനും ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കുട്ടി വന്ന് പറഞ്ഞത് വളരെ നന്നായിട്ട് പഠിച്ച കുട്ടിയാണ്, 98% സ്റ്റേറ്റ് സിലബസിന് മാർക്കുള്ള കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. ജൂൺ മുതൽ ഡിസംബർ വരെ ഒരു നല്ല മാർക്കുകളും കിട്ടി. പക്ഷേ ഇപ്പം ഞാൻ ബ്ലാങ്ക് ആവുന്നു.
ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ചാപ്റ്റർ എനിക്കൊരു ഫോട്ടോ ഇമേജ് പോലെ എൻ്റെ മനസ്സിൽ കിട്ടുന്നില്ല. അന്ന് എനിക്ക് കിട്ടുമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ബ്ലാങ്ക് ആണ്. എന്തായിരിക്കാം അവിടെ സർ ഇത് തന്നെയാണ്. അപ്പോൾ അതിന് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. നമ്മൾ വായിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ വായിക്കാതെ നമ്മൾ മറന്നു പോകും. നമുക്ക് അത്രയും എത്രയൊക്കെ നമ്മൾ കാലിബർ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും കണ്ടന്റുകൾ ഒരുമിച്ച് ലോഡ് ചെയ്ത് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും അതൊന്ന് നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളത് ഇടയ്ക്ക് എപ്പോഴോ അങ്ങനെ നോക്കാതെ ഇരുന്നപ്പോഴാണ് നമ്മൾ മറന്നുപോയത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ സംസാരിച്ച കൂട്ടത്തിൽ കുട്ടികൾ പറഞ്ഞതാണ്, ഈ ജിപ്മറിലും എയിംസിലും ഒക്കെ പോയ ആൾക്കാർ പറഞ്ഞത് അവരങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം അവരൊരു പ്രത്യേകം ബുക്കിൽ പല ഉദാഹരണങ്ങൾ, ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അനാറ്റമിയോ മോർഫോളജിയോ പേരുകളൊക്കെ വരുമ്പോൾ ഫോമിലൊക്കെ വരുന്ന സമയത്ത്, ഫ്ലോറൽ ഫോമിലൊക്കെ വരുന്ന സമയത്ത് അവരതെല്ലാം പ്രത്യേകം ബുക്കുകളിൽ എഴുതി വെച്ചിരുന്നു. എന്നിട്ട് പോകുമ്പോഴും വരുമ്പോഴും എവിടെയും ഇതിങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു. അല്ലാതെ ഇത് ഒരു ദിവസം കൊണ്ട് ഒന്ന് വായിച്ച് നമ്മളൊരു റോബോട്ട് പോലെ ഇത് മുഴുവൻ എടുത്ത് പിന്നെ മറക്കാതെ എഴുതിയതല്ല. കാരണം വി ആർ നോട്ട് മെഷീൻസ്. മെഷീന് മാത്രമേ അങ്ങനെ എറർ ഒന്നും ഇല്ലാതെ ഒറ്റ പ്രാവശ്യം എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. നമ്മൾ മനുഷ്യരാണ്. സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എറർ വരും, നമ്മൾ മറന്നു പോകും. അതിനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പരീക്ഷകളിലൂടെ കടന്നു പോകുന്നത്. റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. റിഫ്രഷ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകൾ ഇതാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെയോ നിങ്ങളുടെ റൂമിലോ ഒന്ന് എഴുതി വെക്കുക. കയ്യിലൊരു ചെറിയ പോക്കറ്റ് ബുക്ക് എപ്പോഴും കരുതുക. ആ പോക്കറ്റ് ബുക്കിൽ നിങ്ങൾ മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, എൻസൈമാറ്റിക് റിയാക്ഷനുകൾ, നിങ്ങൾക്ക് എന്താണോ, ചിലപ്പം ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ആയിരിക്കാം, ഫോമുലാസ്, ഫിസിക്സിലെ ഫോമുലാസ്, ഇതെല്ലാം തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ഷോർട്ടായിട്ട് കയ്യിൽ വെക്കുക. കയ്യിൽ വെക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ ചാപ്റ്റർ ആയിരിക്കില്ല അന്ന് പരീക്ഷയ്ക്ക്, ചിലപ്പോൾ ആ ചാപ്റ്റർ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടേ വരുള്ളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിങ്ങൾക്കതിൽ ഫുൾ മാർക്കും കിട്ടും, നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും അറിയാം. എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ ഏറ്റവും അറിയാമെന്ന് നിങ്ങൾ കരുതുന്ന ആ പാഠം അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് പോലും ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കണം. അതൊക്കെ നമുക്ക് ഏറ്റവും നമ്മുടെ പ്ലസ് പോയിന്റ് ഉള്ള ചാപ്റ്ററുകളാണ്. അവിടെ നിന്ന് നമുക്കൊരു മിസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം മറ്റത് നമ്മൾ പഠിച്ചെടുക്കണം. ഇത് ഓൾറെഡി നമുക്ക് അത്രയും നമ്മുടെ കയ്യിലിരിക്കുന്നതാണ്. ആ കയ്യിലിരിക്കുന്നത് വിട്ട് കളയാൻ പാടില്ല. കാരണം നമുക്ക് മെയ് 4-ാം തീയതി വൈകുന്നേരം തോന്നുന്നു ഞാൻ ഇത്രയും പഠിച്ചതിൽ നിന്ന് എനിക്ക് 2 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അറിയാൻ മേലാത്തെന്ന് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ദുഃഖമാണ്. നമുക്കത് അറിഞ്ഞുകൂടാത്തൊരു കോൺസെപ്റ്റ് അറിയാത്തൊരു ക്വസ്റ്റ്യൻ വിട്ടാൽ നമുക്ക് ടെൻഷൻ വരില്ല. നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു ക്വസ്റ്റ്യൻ വിടുകയോ അല്ലെങ്കിൽ ഞാൻ അയ്യോ അത് നോക്കിയില്ലെന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ, നിങ്ങളിപ്പോൾ തന്നെ മോഡൽ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അങ്ങനെ വരുത്തിയ ഒരുപാട് കറക്ഷൻസ്, ഒരുപാട് എറർ ഉണ്ടാകാം. പിന്നെ വേറെയും ഒരു കാര്യം, ഈ അടുത്ത സമയത്ത് മോഡൽ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം സില്ലി മിസ്റ്റേക്സ് കൂടുന്നുണ്ടെന്നാണ്. ഒരുപക്ഷെ വെപ്രാളം പരീക്ഷയുടെ ആദ്യത്തെ കുറച്ച് മോഡൽ എക്സാം എഴുതുന്നതിൻ്റെ ഒരു ആകുലതയാകാം, അല്ലെങ്കിൽ ഈ മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ചിന്തയായിരിക്കാം. ഇതുപോലെ തന്നെ ടഫ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ പോയാൽ എനിക്ക് നീറ്റ് എന്താകും, ഇങ്ങനെ പല ചിന്തകളാണ് പരീക്ഷാ ഹാളിൽ. നമ്മൾ വേറെ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിസ്റ്റം അതിനെ കോപ്പി ചെയ്യാനാണ് നോക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ വായിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നോ അതിനെ അനലൈസ് ചെയ്യാനോ അതിന് ആൻസർ തരാനോ സിസ്റ്റം നോക്കില്ല. നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ പോലും നിങ്ങളുടെ ബീറ്റ് കൂടുന്നു, അല്ലെങ്കിൽ റെസ്പിറേഷൻ കൂടുന്നു, പ്രഷർ കൂടുന്നു. അപ്പോൾ സിസ്റ്റം എന്താ വിചാരിക്കുന്നത്, ഇതെല്ലാം കൂടി നിൽക്കുക, ഇവിടെ ഒന്ന് കാമാക്കണം. അപ്പോൾ സിസ്റ്റം എപ്പോഴും, ബ്രെയിൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹാർട്ട് റേറ്റ് കുറയ്ക്കണം, റെസ്പിറേഷൻ റേറ്റ് കുറയ്ക്കണം, പ്രഷർ കുറയ്ക്കണം, ഇതെല്ലാം കുറയ്ക്കാനാണ് നോക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ വായിക്കുന്ന കണ്ടന്റുകൾ ഓർത്ത് വയ്ക്കാനോ അതിനെ അനലൈസ് ചെയ്യാനോ ഒന്നും ബ്രെയിനിന് സമയമില്ല. കാരണം ബ്രെയിനിന്റെ ശ്രദ്ധ മുഴുവൻ നിങ്ങളെ ഒന്ന് ആ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നീറ്റ് എക്സാമിന്, ഏത് എക്സാമിനാണെങ്കിലും കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വേണ്ടത്. പക്ഷെ നമ്മുടെ മോഡൽ എക്സാമിന് നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ അരമണിക്കൂർ നിങ്ങൾ നേരത്തെ വരണം, കൂൾ ഓഫ് ടൈം ഉപയോഗിക്കണം. ആ സമയത്ത് നമ്മൾ പുസ്തകങ്ങളോ മാക്സിമം മറിച്ച് നോക്കാതെ ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിനെ കാം ആൻഡ് സ്റ്റഡി ആക്കി നിർത്താൻ ശ്രമിക്കണം. കാരണം അതിൽ വളരെയധികം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണം. കാരണം ഈ അരമണിക്കൂർ നമുക്ക് നന്നായിട്ട് ഉപയോഗിച്ചാലേ നീറ്റ് എക്സാം ഹാളിലെ 1.5 മണിക്കൂർ സമയം നമുക്ക് ഏറ്റവും കാമായിട്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അവിടെ വരുന്ന ചെറിയൊരു തോട്ട് പോലും നിങ്ങളുടെ റാങ്ക് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ അവിടെ വരുന്ന ഒരു ചെറിയ ചേഞ്ച് ആണ് പല കുട്ടികൾക്കും. ഞാൻ ഇത്രയും പഠിച്ചിട്ടും ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അതാണെന്ന് മനസ്സിലായില്ല, ഈ ഫോമിലാണെന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് സാർ ഒരു കുട്ടി വന്ന് പറഞ്ഞതാണ്, എനിക്ക് ഫിസിക്സ് നന്നായിട്ട് അറിയാം മിസ്, എനിക്കെല്ലാം അറിയാം, പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എറേഴ്സ് വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ചെറിയ ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്സ്, പിന്നെ ഡെസിമൽ മാറിപ്പോകുന്നു, ഇപ്പുറത്തിട്ടിരിക്കുന്ന ഡെസിമൽ എടുത്തെഴുതുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പോയിൻ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഞാൻ കാണുമ്പോൾ മാറിപ്പോകുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു അതും നിങ്ങളോട് പറയണം എന്ന് ഓർത്തു. നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ അതിനെ പഠിച്ചെടുക്കാം, പക്ഷെ നമുക്കറിയാമെന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ അശ്രദ്ധ മൂലം തെറ്റിച്ചു പോയാൽ അത് നമുക്കൊരു ആൻസർ ഇല്ല അതിന് പറയാൻ. അവിടെ എക്സ്ക്യൂസസ്
ആൻസേഴ്സ് ഒന്നുമില്ല. ഒരു ആൻസർ നമുക്ക് അറിയാതെ തെറ്റിപ്പോയാലും നമുക്ക് എക്സ്ക്യൂസസ് പറയാം, എനിക്കിത് ആ ഒരു ഡെപ്തിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യം ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്കിൻ്റെ പേരിലോ ഒരു ഡെസിമൽ മാറിപ്പോയതിൻ്റെ പേരിലോ നാലാമത്തെ ഓപ്ഷൻ കാണാതെ പോയവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നാലാമതാണ് ആൻസർ പക്ഷെ അത് കണ്ടിട്ടില്ല, നമ്മൾ ഒന്നാമത് കാണുമ്പോഴേ അങ്ങ് കുത്തുവാണ്. അങ്ങനെയൊക്കെ ഉള്ള എറേഴ്സ് ആദ്യം തൊട്ട് തന്നെ, ഇതൊന്നും തന്നെ നമ്മൾ 4-ാം തീയതി അല്ല കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ വരുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് പോയാലേ നമുക്ക് ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങളുടെ എല്ലാ തെറ്റുകളും തിരുത്താനുള്ള അവസരമാണ്. അതുപോലെ തന്നെ യൂണിറ്റിൽ നമുക്കറിയാം 6 മുതൽ 8 ചാപ്റ്റർ വരെയാണ് യൂണിറ്റിലുള്ളത്. ഇപ്പോഴും കുട്ടികൾ പറഞ്ഞു ഞാൻ ഇതിനകത്ത് 4 ചാപ്റ്റർ എനിക്ക് പഠിച്ചു തീർക്കാൻ സമയം കിട്ടില്ല. ശരിയാണ്, 3 ദിവസം നമ്മൾ ഡിസംബറിൽ തന്നെ ഷെഡ്യൂൾ കൊടുത്തതാണ്. യൂണിറ്റുകൾക്കിടയിൽ നമുക്ക് 3 ദിവസങ്ങളെ ഇടയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലുണ്ടാക്കേണ്ട ഒരു ടൈം ടേബിൾ ഉണ്ട്. എല്ലാ ചാപ്റ്ററിലൂടെയും കടന്നുപോയേ പറ്റൂ. കാരണം നമുക്ക് ഈ ഒരു മോഡലിന് മാർക്ക് മേടിക്കുക എന്നുള്ളതല്ല, ഈ ചാപ്റ്ററിനെ നമ്മൾ 31 പ്രാവശ്യം അല്ലെങ്കിൽ 32 പ്രാവശ്യം റൗണ്ടിൽ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അല്ലാതെ ഈ ഒരു യൂണിറ്റിൽ നിങ്ങളെ കൊണ്ട് മാർക്ക് മേടിപ്പിക്കുക എന്നുള്ളത് ബ്രില്യൻ്റ് ഉദ്ദേശമില്ല. പകരം ഈ ചാപ്റ്റർ എബവ് 30 ടൈംസ് നിങ്ങളെ കൊണ്ട് റിവൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് ഈ കിട്ടുന്ന ദിവസം ആ ചാപ്റ്ററുകൾ എത്ര എണ്ണാണോ അതിലൂടെ എല്ലാം കടന്നു പോകാനുള്ള ഒരു ടൈം അത് നിങ്ങൾ മനസ്സിൽ പ്ലാനർ വേണം. അത് ഉപേക്ഷിക്കരുത്. അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കൃത്യസമയമൊന്നും എഴുതി വെച്ചില്ലെങ്കിൽ പോലും ഒരു റോ ഡേറ്റ, ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ വേണം. എനിക്കിപ്പോൾ 6 യൂണിറ്റ് ഉണ്ട്, 3 ദിവസമാണ്. അപ്പം ഞാൻ ഒരു യൂണിറ്റിന് എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഹാഫ് ഡേ ഉള്ളൂ. ഈ ഹാഫ് ഡേയിൽ എനിക്ക് എങ്ങനെ കണ്ടന്റ്, അവിടെയാണ് ഈ പറയുന്ന പോലെ ബ്രെയിൻ പോയിന്ററോ ഷോർട്ട് നോട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ബാക്കി നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ലഘുവായിട്ട് എന്നാൽ ആ ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ എത്തുകയും വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ബുദ്ധി, ആ ബുദ്ധിയും നിങ്ങൾ ഈ പരീക്ഷകളിലൂടെ തന്നെ അഡാപ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഈ പറയുന്ന പോലെ നമ്മൾ ഇത്ര പ്രാവശ്യം NCERT വായിക്കണം എന്ന് കരുതി പരീക്ഷകൾ തരുമ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ വിട്ടുപോയി, അടുത്ത പ്രാവശ്യം വായിക്കാമെന്ന് കരുതുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ 31ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ 29ാമത്തെ പ്രാവശ്യമേ വായിക്കൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ എന്തായാലും കാണും. ഒരു ചാപ്റ്ററിനും പ്രയോറിറ്റി കൂടുതലോ പ്രയോറിറ്റി കുറവോ കൊടുക്കണ്ട. പിന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ചില ചാപ്റ്റേഴ്സിൽ നിന്ന് 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ചില ചാപ്റ്റേഴ്സ് 1-2 ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും ഈ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ച ചാപ്റ്ററിനെ പോലും നിങ്ങൾ വിട്ട് പഠിക്കാൻ പാടില്ല. യൂണിറ്റ് വൈസ് എക്സാമിൽ നമ്മളിപ്പോൾ നടത്തുന്ന 11 യൂണിറ്റ് വൈസ് എക്സാമിൽ നമ്മൾ എല്ലാ ചാപ്റ്ററുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം, എല്ലാ സബ്ജക്റ്റുകൾക്കും കൊടുക്കണം. ഇനി ഫുൾ യൂണിറ്റ് വരുന്നു, അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു യൂണിറ്റ് ഒരു ചാപ്റ്റർ ചിലപ്പോൾ നോക്കാൻ പറ്റിയില്ലെങ്കിലും വലിയൊരു പ്രശ്നമില്ല, ഞങ്ങളത് വിചാരിക്കുന്നില്ല. പക്ഷേ യൂണിറ്റ് വൈസിൽ എക്സാം എന്താണ് യൂണിറ്റായിട്ട് തിരിക്കുകയും കമ്പൈൻഡ് യൂണിറ്റ് നടത്തുകയും ചെയ്യുന്നത്, ആ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഇവിടെ നമുക്ക് മാർക്ക് ഗ്രേഡ് എന്നൊക്കെ ഉള്ളത് അപ്രസക്തമാണ്. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും നോക്കിയിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് വരാവുള്ളൂ. അതിനുവേണ്ട ഒരു പ്രിപ്പറേഷൻ ലാസ്റ്റ് 3 ഡേയ്സിൽ നിങ്ങൾ എടുക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും. അതുപോലെ വേറെയും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ എല്ലാവരും ഒരു മാർക്ക് റേഞ്ച് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുമോ, അഡ്മിഷൻ കിട്ടുമോ കുട്ടികളുടെയും എനിക്ക് തോന്നുന്നു പാരൻസിൻ്റെ എല്ലാം ഒരു കൺഫ്യൂഷൻ ആണത്. ഒരു റേഞ്ച്, അത് ശരിക്കും പറഞ്ഞാൽ റേഞ്ച് അല്ല ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്. കുഞ്ഞിൻ്റെ വന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആ ഒരു പോക്ക്, അത് എത്രത്തോളം മുന്നോട്ട് ഇനി അവന് ഇതേ രീതിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റും, ഇവിടെ അടിപതറാതെ അങ്ങ് അറ്റം വരെ എത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അവിടെ മിസ്സായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കറക്ഷനുള്ള സമയമാണ് ഈ ഒരു സമയം. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്, ഇനി നമ്മൾ പഠിക്കുകയല്ല, പഠിത്തത്തിൽ വന്ന തെറ്റുകൾ തിരുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കിൻ്റെ സ്കോറുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീക്ക്ലിക്കൊക്കെ എഴുതിയ ചാപ്റ്റേഴ്സാണ്. പല ചാപ്റ്റേഴ്സും ഇപ്പോൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം. ഈ പറയുന്ന പോലെ ചില കുട്ടികൾ ഇതൊക്കെ എഴുതി വെച്ചിട്ടും അല്ലെങ്കിൽ ഫോമുല ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലായിരിക്കാം. ഇതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരുന്നത് കൊണ്ട് ഇച്ചിരി മാർക്കൊന്ന് കുറഞ്ഞു പോയതാണ്. പക്ഷേ കോമ്പിനേഷൻ വരുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും ആ ചാപ്റ്ററിലൂടെ എത്രാമത്തെയോ വട്ടം കടന്നു പോവുകയാണ്. അവിടെ നിങ്ങൾ ഓരോ പ്രാവശ്യം എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നിങ്ങളുടെ മാർക്ക് കയറി പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞങ്ങളൊന്നും പറഞ്ഞിടത്ത് തന്നെ ഞങ്ങൾ എത്തിക്കുകയാണ്. കാരണം ഞങ്ങൾ ഓരോ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും വൈറ്റ് കോട്ട് ഇട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു ആത്മഹർഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും ഈ ക്യാമ്പസിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കുട്ടികൾ പറയുന്ന പോലെ ഇപ്പോൾ ഓരോ ഹോസ്റ്റലിൻ്റെയും ജനാലക്കിലിരുന്ന് അവർ ആ മോഡലിൻ്റെ മാർക്കുകൾ കാണുമ്പം ഞങ്ങളുടെ ഒരു കോളേജിൽ പോയ ഒരു മെഡിക്കൽ കോളേജിൽ പോയ ഒരു വീഡിയോ അന്നായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലോ തൃശ്ശൂരിലോ എയിംസിലോ ജിമ്മറിലോ ഒക്കെ ഒരു വീഡിയോ അന്നായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ആ കുട്ടിക്ക് അത് സ്വപ്നം കാണാൻ സാധിച്ചാൽ അതാണ് നമുക്ക് മുമ്പോട്ട്. അപ്പം നിങ്ങൾ ഉയർന്ന് തന്നെ നിൽക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താശക്തി, നിങ്ങളുടെ ബോധമണ്ഡലം, നമ്മൾ ബോധപൂർവം നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും വിദൂരത്തല്ല, ഏറ്റവും അടുത്ത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉയർന്ന് ചിന്തിക്കുക,
നമ്മൾ എടുക്കാൻ പറ്റുന്ന ആ സമയം, നമ്മൾ പറഞ്ഞല്ലോ ടെൻഷൻ ഫ്രീ ആയിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പം MBBS-നാണ് നിങ്ങൾ ചേരുന്നതെങ്കിലും ധാരാളം പഠിക്കാനുണ്ട്, ഈ സബ്ജക്റ്റുകൾ പോലും അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അവിടെയൊക്കെ നമ്മൾ വിദ്യാർത്ഥികൾ എത്രത്തോളം കൂടുതൽ അവർ വർക്ക് ചെയ്യാൻ ചെയ്യും അതിൻ്റെ തീർച്ചയായിട്ടും. കാരണം അവിടെയൊക്കെ നമ്മൾ എടുക്കേണ്ട കണ്ടന്റുകളും എടുക്കേണ്ട പുസ്തകങ്ങളും ചെയ്യേണ്ട വർക്കുകളും ലാബുകളും ഒക്കെ എത്രയോ ഇരട്ടിയാണ്. അതുതന്നെയായിരുന്നു നമ്മളുടെ ആഗ്രഹവും സ്വപ്നവും. അതുകൊണ്ട് ഇത് അതിലൊക്കെ ഏറ്റവും ചെറിയൊരു പരീക്ഷണ ഘട്ടങ്ങളും മാത്രമേ ഉള്ളൂ. അതിൽ നീറ്റ് 2025 ഇതാ വെളിപ്പാട് അകലെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും അടുത്ത് നീറ്റ് എക്സാം എത്തും. ഇനി അധികം സമയങ്ങളില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് രീതിയിലാണ്. നിങ്ങൾ ഏറ്റവും മിടുക്കന്മാർ തന്നെയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും താഴെ നിൽക്കുന്ന ആളാണെങ്കിലും ഈവൻ റാങ്ക് വൈസ് അല്ലെ മാർക്ക് വൈസ് ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന ആളാണെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വൈക്കോട്ടിട്ട് ഇതിന് അർഹരായ വിദ്യാർത്ഥികൾ തന്നെയാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എത്ര വലുതാണോ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ അത് തന്നെയായിരിക്കും നിങ്ങളുടെ വിജയവും. സോ എപ്പോഴും പറയും പോലെ ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.